കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 18. രചന ശാലിനി ഇ.എ. മാധവ് ഡോക്ടർ സേതുലക്ഷ്മിയുടെ ക്യാബിനു മുന്നിലുള്ള വെയിറ്റിംഗ് സീറ്റിലിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും സിസ്റ്റർ അവൻ്റെ പേര് വിളിച്ചു. തിടുക്കത്തിൽ മാധവ് എഴുന്നേറ്റ് ഡോക്ടറുടെ ക്യാബിനുള്ളിലേക്ക് നടന്നു. ഡോർ തുറന്ന കടന്നു വരുന്ന ആളെ കണ്ടതും സേതുലക്ഷ്മി അമ്പരന്നതുപോലെ നോക്കി നിന്നു. മാധവ്, പുറത്ത് വെച്ച് എൻ്റെ നെയിം ബോർഡ് കണ്ടില്ലായിരുന്നോ? ഇത് ഗൈനക്കോളജിസ്റ്റ് സേതുലക്ഷ്മിയുടെ ക്യാബിനാണ്. ഒരു പുഞ്ചിരിയോടെ പറയുന്ന സേതുലക്ഷ്മിയുടെ നേർക്ക് അതേ പുഞ്ചിരി കൊടുത്തുകൊണ്ട് അവൻ എതിരെ കിടക്കുന്ന ചെയർ വലിച്ചിട്ട് ഇരുന്നു. അവൻ്റെ ചെയ്തികൾ സംശയം നിറഞ്ഞ കണ്ണുകളോടെ നോക്കിക്കാണുകയാണ് സേതുലക്ഷ്മി. ഞാൻ ഡോക്ടർ സേതുലക്ഷ്മിയെ കാണാനാണ് വന്നത്, അതുകൊണ്ട് നെയിം ബോർഡ് നോക്കിയില്ല. അവൻ അതേ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. എങ്കിൽ പറയൂ മാധവ്, എന്താണ് തൻ്റെ അസുഖം? ചുണ്ടിലെ പുഞ്ചിരി മായാതെ അവർ ചോദിച്ചു. എൻ്റെ ശരീരത്തിനിപ്പോൾ പ്രത്യേകിച്ചൊരു അസുഖമില്ല ഡോക്ടർ. അസുഖം മുഴുവൻ ഇപ്പോഴെൻ്റെ മനസ്സിനാണ്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഡോക്ടറുടെ അടുത്ത് വന്നിരിക്കുന്നത്. പുറത്ത് എത്ര പേരായി എന്നെ വെയിറ്റ് ചെയ്തെന്നറിയുമോ മാധവ്? മാനസിക പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞാൽ അതിനുള്ള പ്രതിവിധി തരാൻ എന്നെക്കൊണ്ട് കഴിയില്ല. ഇവിടെ തന്നെ അതിനുള്ള ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. ഡോക്ടർ അരുൺ നല്ലൊരു സൈക്കോളജിസ്റ്റാണ്. ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിനൊരു അപ്പോയിൻമെൻറ്റ് എടുത്തു തരാം. കാര്യഗൗരവത്തോടെ പറയുന്ന സേതുലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി അവൻ ഒരു നിമിഷം മൗനമായിരുന്നു. ഒരു അരമണിക്കൂർ ഡോക്ടർ എന്നെ കേൾക്കാൻ തയ്യാറാകണം. അതിനുശേഷം ഡോക്ടർക്ക് തീരുമാനിക്കാം എനിക്ക് എന്ത് ചികിത്സയാണ് വേണ്ടതെന്ന്. മാധവിൻ്റെ വാക്കുകളിൽ നിന്നും സീരിയസ് ആയ എന്തോ ഒന്ന് അവൻ്റെ മനസ്സിനെ മതിക്കുന്നുണ്ടെന്ന് സേതുലക്ഷ്മിക്ക് മനസ്സിലായി. സിസ്റ്റർ, പുറത്ത് പേഷ്യൻസ് എത്ര പേരുണ്ട്? ടോക്കൺ വിളിക്കുന്ന സിസ്റ്റർ ആരതിയെ നോക്കി സേതുലക്ഷ്മി ചോദിച്ചു. ഇനി 5 പേര് കൂടിയേ ഉള്ളൂ ഡോക്ടർ. മാധവ്, ഒരു കാര്യം ചെയ്യൂ, അരമണിക്കൂർ പുറത്ത് വെയിറ്റ് ചെയ്യൂ. ഇപ്പോൾ OP ടൈമാണ്. വേലി തന്നെ വിളവ് തിന്നാൻ അനുവദിക്കരുതല്ലോ. സേതുലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും മാധവ് മെല്ലെ പുറത്തേക്കിറങ്ങി. വെയിറ്റിംഗ് സീറ്റിലെ ഒരു ഒഴിഞ്ഞ കോണിലായി അവനിരുന്നു. അവനെ വീക്ഷിച്ചുകൊണ്ട് സൂരജിൻ്റെ മിഴികൾ അവനൊപ്പം ഉള്ളത് അവൻ അറിഞ്ഞതേയില്ല. ഇവനിപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യം എന്താണെന്ന് സൂരജിന് ഒരു പിടുത്തവും കിട്ടിയില്ല. അരമണിക്കൂർ കഴിഞ്ഞതും ഡോക്ടർ സേതുലക്ഷ്മിയുടെ ക്യാബിന് മുന്നിലുള്ള പേഷ്യൻസിൻ്റെ എണ്ണം അവസാനിച്ചു. അതോടെ സേതുലക്ഷ്മി മാധവിനെ അകത്തേക്ക് വിളിപ്പിച്ചു. മാധവ്, ഇരിക്കൂ. ഇനി പറയൂ, എന്താണ് മാധവിൻ്റെ പ്രശ്നം? എനിക്ക് മേഡത്തിനോട് പേഴ്സണലായിട്ടാണ് സംസാരിക്കാനുള്ളത്. അത് പറഞ്ഞുകൊണ്ട് അവൻ സിസ്റ്റർ ആരതിയെ നോക്കി. ഫയലുകളെല്ലാം കൗണ്ടറിൽ ഏൽപ്പിച്ച് ആരതി പോയിക്കോളൂ. ഡോക്ടറുടെ അനുമതി കിട്ടിയതും ആരതി സിസ്റ്റർ മേശപ്പുറത്ത് ഇരുന്ന ഫയലുകളെല്ലാം എടുത്ത് പുറത്തേക്കിറങ്ങി. ഇനി പറയൂ. സേതുലക്ഷ്മി മാധവിന് നേർക്ക് തിരിഞ്ഞു. ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിലെ ഒരു സംശയം മാത്രമാണ്. ചിലപ്പോൾ അത് സത്യമാകണമെന്നില്ല. എന്നാലും അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയണമെന്ന് തോന്നി. എന്താണെങ്കിലും പറയൂ മാധവ്. നിൻ്റെ മനസ്സിനുള്ളത് എന്താണെങ്കിലും തുറന്നു പറഞ്ഞാലല്ലേ എനിക്ക് അതിനുള്ള പ്രതിവിധി കാണാൻ കഴിയൂ. ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് മാധവ് മേശപ്പുറത്തേക്ക് 2 കൈകളും വെച്ച് മുന്നോട്ടാഞ്ഞിരുന്നു. ഡോക്ടർ, എൻ്റെ അനിയത്തിയെ കണ്ടില്ലേ? ഹൃദയെ കണ്ടു. കാളിന്തിക്ക് ട്യൂഷൻ എടുക്കാൻ വരുന്ന ജോലയെ കണ്ടില്ലേ? കണ്ടു. അത് പറയുമ്പോൾ സേതുലക്ഷ്മിയുടെ പുരികം ചുളിഞ്ഞിരുന്നു. അവരെ 2 പേരെയും കാണാൻ ഒരുപോലെയല്ലേ? യെസ്, ടിൻസ് പോലെ. അവൾ ശരിക്കും ടിൻസാണെങ്കിൽ ഡോക്ടർ? അതങ്ങനെ. ജോലയുടെ അച്ഛനും അമ്മയുമല്ലല്ലോ നിങ്ങളുടെ അച്ഛനും അമ്മയും. ഡോക്ടർ, എൻ്റെ അമ്മ പ്രസവിച്ചത് ഇരട്ടക്കുട്ടികളെയാണ്, ഹൃദയയും ഹൃദ്യയും. 6-ാം മാസത്തിലെ അവരുടെ ചോറൂണിന് ഗുരുവായൂരിൽ പോകുമ്പോഴായിരുന്നു ഞങ്ങളിൽ നിന്ന് ഒന്നിനെ തട്ടിയെടുത്തുകൊണ്ടുള്ള അപകടമുണ്ടായത്. സേതുലക്ഷ്മി അവിശ്വാസത്തോടെ മാധവിനെ നോക്കി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മാധവ്. അതോടെ മാധവ് അന്നുണ്ടായ അപകടത്തെക്കുറിച്ചും അതിനുശേഷം തങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയ കരിഞ്ഞ മാംസപിണ്ഡത്തെക്കുറിച്ചും കഴിഞ്ഞ വർഷങ്ങൾ അത്രയും അവർ മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞതും
വർഷങ്ങൾക്കിപ്പുറം അവളെ നേരിൽ കണ്ടതും സെൻസസ് എടുക്കാനെന്ന വ്യാജേന അവളുടെ വീട്ടിൽ പോയതും അന്ന് അവർക്കുണ്ടായ അപകടത്തെക്കുറിച്ച് അവളുടെ അച്ഛൻ പറഞ്ഞതും പകുതിയിലേറെ പൊള്ളലേറ്റ് അവളുടെ കയ്യിലേക്ക് കിട്ടിയ കുഞ്ഞിനെ ഇന്നും അവരുടേത് തന്നെയാണെന്ന് കരുതി വളർത്തുന്നതും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാധവ് ശരിക്കും തളർന്നുപോയി. മാധവ്, നീ പറഞ്ഞതെല്ലാം സത്യമാണോ? അങ്ങനെയെങ്കിൽ അന്ന് മരിച്ചത് നിങ്ങളുടെ കുഞ്ഞല്ല, അവരുടെ കുഞ്ഞല്ലേ? അമ്പരപ്പും അത്ഭുതവും ഉണ്ടായിരുന്നു സേതുലക്ഷ്മിയുടെ വാക്കുകളിൽ. എനിക്കുറപ്പുണ്ട് ഡോക്ടർ, അതെൻ്റെ ഹൃദയമോളാണെന്ന്. ആ ഉറപ്പ് മാത്രം പോരല്ലോ, എനിക്ക് ശരിക്കും ഒരു DNA ടെസ്റ്റിലൂടെ അത് ഉറപ്പിക്കണം. അതിനെന്നെ ഡോക്ടർ സഹായിക്കണം. അവളറിയാതെ, ആരും അറിയാതെ അതെങ്ങനെ നടക്കും ഡോക്ടർ? മെഡിക്കൽ പരമായി എനിക്ക് അങ്ങനെയൊരു ഉറപ്പ് കിട്ടാൻ ഞാനെന്ത് ചെയ്യണം ഡോക്ടർ? മുന്നിലിരിക്കുന്നവൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ സേതുലക്ഷ്മിക്ക് ഏറെക്കുറെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്ന ഒരു അച്ഛൻ്റെ മുഖഭാവമായിരുന്നു അവനപ്പോൾ. മാധവ്, DNA ടെസ്റ്റ് ചെയ്യാൻ നിയമപരമായി വഴി തേടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ നിമിഷം വരെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൻ്റെ ഉറപ്പിനു വേണ്ടിയാണ് രഹസ്യമായി അങ്ങനെ ഒരു ടെസ്റ്റ് വേണമെന്ന് ഞാൻ പറയുന്നത്. നിയമപരമായി നീങ്ങുമ്പോൾ ഈ ടെസ്റ്റ് നമുക്ക് കോടതിയിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അന്നേരം കോടതി തന്നെ പറയും അത്തരം ഒരു ടെസ്റ്റിനെ കുറിച്ച്. അവൻ്റെ വാക്കുകൾ കേട്ട് സേതുലക്ഷ്മി അല്പസമയം ചിന്തയിലാണ്ടു. ഒരു കാര്യം ചെയ്യാം മാധവ്, ഇവിടുത്തെ ലാബിൽ വെച്ച് നമുക്ക് രഹസ്യമായി DNA ടെസ്റ്റ് നടത്താം. അതിന് എന്താ ചെയ്യേണ്ടത്? അതിന് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒന്ന് ജ്വാലയുടെ മുടിയാണ്. മുടി കടയ്ക്കൽ നിന്നും പറിച്ചെടുക്കണം, അതും അവൾ അറിയാതെ. അങ്ങനെയാണ് സംഘടിപ്പിച്ചു തന്നാൽ ബാക്കി കാര്യം ഞാനേറ്റു. അങ്ങനെ ഒരു ടെസ്റ്റ് നടത്താൻ അച്ഛനെന്തോ അമ്മയെയോ കൊണ്ടുവരേണ്ടതുണ്ട്. അവൻ്റെ സംശയം കേട്ട് സേതുലക്ഷ്മി ചിരിച്ചു. എന്തിന്? അവരുടെയൊന്നും ആവശ്യമില്ല, നിൻ്റെയോ ഹൃദയുടെയോ മുടിനാര് കിട്ടിയാൽ മതി. അവൻ ഒരു നിമിഷം ചിന്തയിലാണ്ടിരുന്നു. നീ എന്താ ആലോചിക്കുന്നത്? ഡോക്ടറുടെ അടുത്ത് ഇന്നലെയായിരുന്നു ഞാൻ വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോയതാ. അതെന്തേ? അതോ, ഇന്ന് അമ്പലത്തിൽ വെച്ച് ജ്വാലയെ കണ്ടപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സത്യം പറഞ്ഞാൽ ഇന്നാണ് അവരുടെ പിറന്നാൾ. രണ്ടുപേരെയും അടുത്തടുത്തിരുത്തി ഞാനെൻ്റെ മനസ്സറിഞ്ഞൂട്ടി ഡോക്ടർ. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ഞാനെൻ്റെ മനസ്സിലൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ഹൃദയമോളാണതെങ്കിൽ അടുത്ത പിറന്നാളിന് മുമ്പ് അവൾ സത്യങ്ങളെല്ലാം അറിയും. എൻ്റേതെന്ന് അവകാശത്തോടെ, സ്നേഹത്തോടെ അന്നെനിക്ക് എൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കണം. ഇതുവരെ കൊടുക്കാൻ കഴിയാതിരുന്ന സ്നേഹമെല്ലാം വാരിക്കോരി കൊടുക്കണം. അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഓരോന്നും നോക്കിക്കാണുകയാണ് സേതുലക്ഷ്മി. മാധവ്, ഒരു കാര്യം നീ മനസ്സിലാക്കണം. അവരുടെ കുഞ്ഞല്ലാതെന്ന് ഇതുവരെ ഒരു സംശയവും അവരിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് DNA ടെസ്റ്റിലൂടെ നിൻ്റെ അനിയത്തിയാണ് അവളെന്ന് തെളിഞ്ഞാൽ അവർ നിനക്കവളെ തരുമോ? അങ്ങനെ ഉണ്ടാകുന്ന നിമിഷം തകർന്നു പോവില്ലേ ആ അച്ഛനും അമ്മയും? ആ നിമിഷം അവൻ്റെ മിഴിക്കോണിൽ നീർക്കണികൾ ഉരുണ്ടുകൂടി. ഞാനിപ്പോൾ തികച്ചും സ്വാർത്ഥനായി പോവുകയാണ് ഡോക്ടർ. എനിക്കെൻ്റെ സങ്കടത്തേക്കാൾ വലുതായി മറ്റൊന്നിനെയും കാണാനാവുന്നില്ല. മരിച്ചുപോയെന്ന് കരുതിയ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമ്പോൾ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്ന സന്തോഷം, അതുമാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. ശരിയായിരിക്കാം, അങ്ങനെയൊക്കെ സത്യം ജ്വാലയുടെ മുന്നിൽ നീ അവതരിപ്പിച്ചാലും അത് സത്യമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞാലും അവളുടെ അച്ഛൻ സത്യനാഥനെയും അമ്മ സുനന്ദയും വിട്ട് അവൾ ഈ സത്യത്തിൻ്റെ കൂട്ടിലേക്ക് വരില്ല മോനെ. കാരണം അവരവളുടെ സ്വന്തമല്ല എന്നൊരു തോന്നൽ അവളിൽ ഇതുവരെ മുള പൊട്ടിയിട്ടില്ല. ഇനിയൊരിക്കലും ആ മുള പൊട്ടാനും പോകുന്നില്ല. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നീയൊരു അധ്യാപകനാണല്ലോ. യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കില്ലേ? എന്തായാലും ആ കുട്ടിയുടെ മുടി സംഘടിപ്പിക്കാൻ നോക്കൂ. അല്ലെങ്കിൽ വേണ്ട, അവളുടെ മുടി ഞാൻ സംഘടിപ്പിച്ചോളാം. അതിനുശേഷം ഞാൻ നിന്നെ വിളിക്കാം. ബാക്കി കാര്യങ്ങൾ ടെസ്റ്റ് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഡോക്ടറോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വേദന നിറഞ്ഞ മനസ്സിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ പാടുപെടുകയായിരുന്നു അവൻ്റെ മനസ്സ്. മാധവ് തിരിച്ചിറങ്ങി പോകുന്നതെല്ലാം സൂരജ് കാണുന്നുണ്ടായിരുന്നു. ഡോക്ടർ സേതുലക്ഷ്മിയുടെ ക്യാബിനിലുണ്ടായിരുന്ന സിസ്റ്റർ ആരതിയെ അവൻ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. മേ ഐ കമ്മിങ് സർ? യെസ്. റൂമിലേക്ക് വന്ന ആരതിയെ കണ്ട് ഡോക്ടർ ഒന്ന് ചിരിച്ചു. സിസ്റ്റർ ഇരിക്കൂ. വേണ്ട സാർ, എന്നെ വിളിപ്പിച്ചത്? ആരതി പകുതിയിൽ നിർത്തി. എനിക്ക് ആരതിയുടെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പാണ് സാർ?
ഇന്ന് സേതുലക്ഷ്മി മാഡത്തിൻ്റെ ഒ പിയിൽ ഒരാൾ വന്നിരുന്നില്ലേ? വൺ മിസ്റ്റർ മാധവ്. എന്തിനായിരുന്നു അയാൾ ഡോക്ടറെ കാണാൻ വന്നത്? എന്തായിരുന്നു അയാളുടെ അസുഖം? അയാളുടെ അസുഖം എന്താണെന്ന് എനിക്കറിയില്ല ഡോക്ടർ. അയാളുടെ മനസ്സിന് അസ്വസ്ഥമാണെന്നും പേഴ്സണലായിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് ഒ പി കഴിയുന്നതുവരെ പുറത്തിരിക്കാൻ മാഡം നിർദ്ദേശിച്ചു. തിരിച്ചുള്ളിലേക്ക് കയറി വന്നപ്പോൾ ഡോക്ടറോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞതിനാൽ ഡോക്ടർ എന്നെ പറഞ്ഞു വിട്ടു. അതുകൊണ്ട് അവർ സംസാരിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. അയാളുടെ അസുഖം എന്താണെന്നും എനിക്കറിയില്ല. ആരതി സത്യസന്ധമായി പറഞ്ഞു. ഓക്കെ, ഞാൻ തന്നോട് ഇക്കാര്യം ചോദിച്ചതായി മാഡം അറിയണ്ട. പിന്നെ ഇനിയും അയാൾ വരികയാണെങ്കിൽ അതെന്തിനാണെന്ന് ആരതി കൃത്യമായി അറിയണം. അതെന്നെ അറിയിക്കുകയും വേണം. അതിനുള്ള പ്രതിഫലം തീർച്ചയായും ഞാൻ ആരതിക്ക് തരുന്നതായിരിക്കും. ഓക്കെ ഡോക്ടർ. എങ്കിൽ ആരതി പൊയ്ക്കോളൂ. ആരതി പോയ വഴിയെ നോക്കിക്കൊണ്ട് സൂരജ് ഫോണെടുത്തു. അച്ഛനെ വിളിക്കുകയായിരുന്നു അവൻ്റെ ഉദ്ദേശം. തുടരുന്നതാണ് കഥയുടെ അടുത്ത ഭാഗം.